ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു വ്യത്യസ്ത കാര്യമായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് ഉണ്ടല്ലോ, കിച്ചൺ വേസ്റ്റുകൾ, അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അത് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. നമുക്കിതിനധികം ചിലവില്ല, പൈസ ചിലവാക്കണ്ട, അതുപോലെ നമുക്ക് പരിസരം വൃത്തിയാക്കാം. ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നത് പരിസരം വൃത്തിയായി കിടക്കണം. നമ്മുടെ കിച്ചണിലെ ഈ ഫുഡ് വേസ്റ്റ് ഞാൻ എവിടെ കൊണ്ടുപോയി കളയും എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരു മാതൃക ഇതാണ്. കിച്ചണിൽ ഡെയിലി വരുന്ന ഫുഡ് വേസ്റ്റുകൾ, പിന്നെ അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം, ഇതെല്ലാം ഈ 3 ബക്കറ്റ് പെയിൻറ്റ് ബക്കറ്റുകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഡെയിലി കൊണ്ടുവന്ന് നിറയ്ക്കും. മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് ഡെയിലി കൊണ്ടുവന്ന് നിറച്ചിട്ട് അത് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ ഒരു കോലിട്ട് നന്നായി കുത്തി ഇളക്കി അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇത് 2 കപ്പ് എല്ലാ ചെടികൾക്കും 2 കപ്പ് കൊണ്ടുവന്ന് നമുക്ക് ഒഴിക്കാവുന്നതാണ്. അത് 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ ആ മണ്ണ് ചുറ്റും വന്നിട്ട് കൂട്ടി അത് മൂടിയിടുക. ബെസ്റ്റ് വളമാണത് കേട്ടോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഒരു വളവും നമ്മൾ പുറത്ത് പോയി എല്ലാ മാസം പോയി വളം വാങ്ങിച്ച് അങ്ങനെ പൈസയൊന്നും ചിലവാക്കാറില്ല. ഇതാണ് ഈ വേസ്റ്റാണ് ഞങ്ങളുടെ ഇവിടുത്തെ കൃഷികൾക്ക് ഉപയോഗിക്കുന്ന വളം. അപ്പോൾ ഇതിലൂടെ 2 കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ പരിസരം വൃത്തിയാകും, വേസ്റ്റ് അവിടെ എവിടെയും വലിച്ചെറിയണ്ട. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ചെടികൾക്ക് പൈസ കൊടുത്ത് വളം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ വേസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളമാക്കി ഉപയോഗിക്കാം. ഇതധികം ചിലവില്ലാത്തതാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ്, എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് പരിശ്രമിച്ച് നോക്ക്. എന്താണെങ്കിലും ഇത് ഉപകാരപ്രദമാകും കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.